ഡിവൈഎസ്പി ജംഗ്ഷൻ തിരുവള്ളൂർ റോഡ് നന്നാക്കുമെന്ന് ബിജെപി. എറിയാട് പഞ്ചായത്തിന്റെ പണം വേണ്ടെന്ന്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഗുരുദേവനഗർ കോമൺ റോഡും കാനയെന്ന് പറയാവുന്ന ചെറിയ ഓടയും തകർന്നടിഞ്ഞ അവസ്ഥയിലായിട്ട് വർഷങ്ങളായിട്ടും ഇതിനു മുൻപ് ഈ വാർഡുകളെ പ്രതിനിധീകരിച്ച ഇടതു വലതു ജനപ്രതിനിധികൾ സമയാസമയം യാതൊരു പ്രവൃത്തിയും ചെയ്യാതിരുന്നതും നിലവിലെ ഇടതു ഭരണസമിതി റിവിഷൻ ഫണ്ട് ഉൾപ്പെടെയുള്ള വികസന ഫണ്ടുകൾ തികഞ്ഞ രാഷ്ട്രീയ പകയാൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളിൽ നൽകാതെ ഇടത് കൌൺസിലർമാർക്ക് വീതം വെച്ച് നൽകുന്ന ജനാധിപത്യ വിരുദ്ധ ഏകാധിപത്യ പ്രവണതയും ഈ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളതാണ്. പൊതുമരാമത്ത് കമ്മിറ്റി കോമൺ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വാർഷിക പദ്ധതിയിൽ നിർദ്ദേശങ്ങൾ വെക്കാറുണ്ടെങ്കിലും ഇടതുഭരണ സമിതി ഇതിന് യാതൊരു പരിഗണനയും നൽകാറില്ലെന്നും ബിജെപി ആരോപിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ജനകീയ താൽപര്യം മുൻനിർത്തി വാർഡിന്റെ മറ്റു വികസനത്തിന് ലഭിച്ച 2023-24 വർഷത്തെ ഫണ്ട് ബിജെപിയുടെ കൌൺസിലർ പരമേശ്വരൻകുട്ടി ഈ കോമൺ റോഡിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണെന്നും ബിജെപി വ്യക്തമാക്കി. നഗരസഭ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു, കൌൺസിലർമാരായ പരമേശ്വരൻകുട്ടി, ധന്യ ഷൈൻ, രേഖ സെൽപ്രകാശ്, റീന അനിൽ, സുമേഷ് തുടങ്ങിയവർ റോഡ് സന്ദർശിക്കാൻ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ റോഡിന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നഗരസഭയിലെ റോഡ് നന്നാക്കാൻ എറിയാട് പഞ്ചായത്ത് പണം നൽകണമെന്നാവശ്യപ്പെട്ട് വാർത്ത നൽകിയിരുന്നു. നഗരസഭയിലെയും എറിയാട് പഞ്ചായത്തിലെയും ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് ഡിവൈഎസ്പി ജംഗ്ഷൻ തിരുവള്ളൂർ റോഡ്. ഇതിനെ തുടർന്നാണ് ബിജെപി നിലപാട് വ്യക്തമാക്കിയത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 43 കൊല്ലക്കാലം ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിന്റെ അവശേഷിപ്പാണ് നമ്മുടെ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ. തനത് ഫണ്ടുകള് ഒരു കേടുമില്ലാത്ത അവരുടെ വാർഡുകളിലേക്ക് മാത്രം യാതൊരുവിധ തകരാറുമില്ലാത്ത റോഡുകൾ വരെ ഏറ്റെടുത്തുകൊണ്ട് പണിയുമ്പോൾ ഇവര് പറയുന്നത് BJP-ക്കാർ ഭരിക്കുന്ന വാർഡുകളിലേക്ക് ഫണ്ട് തരില്ല എന്നാണ്. ഇതിലെ BJP-ക്കാർ മാത്രമല്ല യാത്ര ചെയ്യുന്നത്, ഭാരതത്തിന്റെ എല്ലാ പൗരന്മാരും, ഈ പ്രദേശത്തിന്റെ എല്ലാ പൗരന്മാരും യാത്ര ചെയ്യുന്നതാണ്. അതിൽ LDF എന്നോ UDF എന്നോ BJP എന്നോ ഇല്ല. എങ്കിൽ തന്നെയും BJP-യുടെ കൗൺസിലർമാരായതുകൊണ്ട് മാത്രം ഫണ്ട് തരില്ല അല്ലെങ്കിൽ മാറ്റിവെക്കില്ല എന്നുള്ളൊരു ധാർഷ്ട്യമാണ് ഇവിടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ബഹുജന പങ്കാളിത്തത്തോടു കൂടി തന്നെ വൻ പ്രക്ഷോഭം ഞങ്ങൾ നയിക്കും. കൂടാതെ 6 ലക്ഷം രൂപ ഈ തവണത്തെ 42-ാം വാർഡിന്റെ വികസന ഫണ്ട്, അതായത് പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി 6 ലക്ഷം രൂപ കിട്ടിയത് ഈ റോഡിന് അനുവദിച്ച് അംഗീകരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. കൂടാതെ വലിയൊരു വിഷയം എന്ന് വെച്ചാൽ സർക്കിൾ ഓഫീസിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാട്ട് വരുന്ന റോഡുകളിൽ ഓടകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓടക്കുഴലിൻ്റെ വലിപ്പമേ ഉള്ളൂ. ഇത് വൃത്തിയാക്കിയ ശരിയാക്കിയിട്ട് കാര്യമില്ല. ഒരു വലിയൊരു കാന തന്നെ പണിത് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഒരുക്കണം. അതിന് മുനിസിപ്പാലിറ്റി ഫണ്ട് അനുവദിച്ചു തന്നില്ല. വിവിധങ്ങളായ പദ്ധതികൾ പല പ്രാവശ്യം വച്ചിട്ടും ഇതൊന്നും അംഗീകരിച്ച് തരാൻ സാധിക്കാത്ത മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് നമ്മൾ ഈ പരിപാടി നിങ്ങളോട്, ജനങ്ങളോട്, പൊതുജന സമക്ഷം ഞങ്ങൾ വയ്ക്കുകയാണ്. പ്രഗതി ഹോം നീഡ്സ്. ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കീഴിൽ. കുക്ക് വെയർ, ക്ലീനിംഗ് ഐറ്റംസ്, മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ്, ക്രോക്കറി, ടോയ്സ്, ഗിഫ്റ്റ്, ടേബിൾ ഷീറ്റ്സ് ആൻഡ് വിനൈൽ, അപ്ലയൻസ്, ഹൗസ് ഹോൾഡ്സ്, കിച്ചൺ ആക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി പ്രഗതിയിലുണ്ട്. പ്രഗതി ഹോം നീഡ്സ്, നിയർ ലക്ഷ്മി സിനിമാസ്, കൊടുങ്ങല്ലൂർ.